പാലക്കാട് ജില്ലയിൽ സി പി എമ്മിനുള്ളിൽ പൊട്ടിത്തെറി. അത് കുറച്ചു കാലമായിട്ട് തുടങ്ങിയതാണ്. പി കെ ശശിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിമത ശബ്ദം അവിടെ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അതിൻ്റെ തലപ്പത്ത് നിന്ന് പി കെ ശശി രാജിവെച്ചു. അപ്പോൾ തന്നെ എന്തോ ഒരു ഉദ്ദേശം അതിലുണ്ട് എന്നുള്ള ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അവിടെ പി കെ ശശിയും അവിടുത്തെ ജില്ലാ സെക്രട്ടറി സി പി എമ്മിൻ്റെ സുരേഷ് ബാബുവും തമ്മിൽ നല്ല ബന്ധമല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ വളരെ ശത്രുതാ മനോഭാവത്തോടുകൂടിയാണ് രണ്ടു കൂട്ടരും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലേക്ക് ഇന്നത് പുറന്തോട് പൊളിച്ച് വെളിയിലേക്ക് വന്നു. ഒറ്റപ്പാലത്ത് ഈ വിമതരെല്ലാം കൂടെ ഒത്തുകൂടി ഒരു സമ്മേളനം ഓർഗനൈസ് ചെയ്തു. അത് കോയമ്പത്തൂരായിരുന്ന പി കെ ശശി അതിലേക്ക് പാഞ്ഞെത്തി 11 മണിക്ക് രാവിലെ 11 മണിക്ക് ആ മീറ്റിംഗ് തുടങ്ങി, സമ്മേളനം തുടങ്ങി. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയും ആ പാർട്ടിയിലെ മൂല്യച്യുതികൾക്കെതിരെയും സുരേഷ് ബാബുവിൻ്റെ പ്രവർത്തന ശൈലിക്കെതിരെയും ഒക്കെ വളരെ ശക്തിയായ ഭാഷയിൽ ആഞ്ഞടിക്കുകയുണ്ടായി പി കെ ശശി. അപ്പോൾ അത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ കാര്യം, നമുക്കതറിയില്ല. കുഞ്ഞുകൃഷ്ണൻ ഉയർത്തിയ ആ ശബ്ദത്തിനും വേറിട്ട ഒരു ശബ്ദമായിരുന്നു പി കെ ശശിയുടേത്. കുഞ്ഞുകൃഷ്ണൻ ശരിയായ അഴിമതി ആരോപണം പുറത്തു കൊണ്ടുവന്നു എങ്കിൽ പോലും പി കെ ശശി ആ രീതിയിൽ അതിനെ ഒന്ന് സ്പർശിച്ച് ആ കുഞ്ഞുകൃഷ്ണൻ്റെ കാര്യം പറഞ്ഞില്ല, അഴിമതിക്കെതിരെ എന്നുള്ള രീതിയിൽ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഒരിക്കൽ ഒരാൾ ഈ അടുത്ത സമയത്ത് ഇത് പാർട്ടിയെക്കുറിച്ച് പറയുന്ന കേട്ടോ. അതായത് ഒരു പാർട്ടിയിലെ, അതായത് സി പി എമ്മിൻ്റെ ഒരു ബ്രാഞ്ചിൽ ജില്ലയിലാണെന്ന് തോന്നുന്നു, അത് പെട്ട ഒരു സഖാവ്, സ്ത്രീ സഖാവ്, അവരെ പീഡിപ്പിച്ചു. ഒരു പാർട്ടി സെക്രട്ടറി, അതിൻ്റെ സെക്രട്ടറി പീഡിപ്പിച്ചു. അത് ഏരിയ കമ്മിറ്റിയാണോ അതോ ജില്ലാ കമ്മിറ്റിയാണോ എന്നറിയില്ല, സെക്രട്ടറിയാണ് പീഡിപ്പിച്ചത് എന്ന് പറഞ്ഞൊരു പരാതി പാർട്ടിക്ക് കൊടുത്തു. പാർട്ടി അത് അന്വേഷണം നടത്തി, വളരെ കാര്യമായിട്ട് പാർട്ടി ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചു. അന്വേഷണ കമ്മീഷൻ കാര്യമായിട്ട് അന്വേഷിച്ചതിന് ശേഷം ഒരു റിപ്പോർട്ട് കൊടുത്തു. ഇത് സത്യസന്ധമായ കാര്യമല്ല, ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് കൊടുത്തു. ആ റിപ്പോർട്ട് കൊടുത്തു. അപ്പം പാർട്ടി അതായത് കമ്മീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞതാണ്, പാർട്ടി വെച്ചേക്കുന്ന അന്വേഷണ കമ്മീഷനല്ലേ, പിന്നെ അത് വിശ്വസിച്ചോണം. അപ്പോൾ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വനിത പ്രസവിച്ചു. അപ്പോൾ അന്നേരമാണ് വീണ്ടും പാർട്ടി കമ്മീഷൻ വെച്ചു. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് വന്നതിൻ്റെ കാര്യമോ പറയുന്നത് കേട്ടു. വളരെ തമാശയായിട്ടാണ് പറഞ്ഞത്. അതായത് ഈ അവിഹിതമായ ഗർഭം ധരിച്ചതിന് അവർക്കെതിരെ നടപടി, ആ സ്ത്രീക്ക് ഇതാണ് എന്ന് പറഞ്ഞവരുള്ള കാര്യങ്ങളാണ് നടന്നു വരുന്നതെന്ന് തമാശ രൂപേണ ഒരാൾ പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ ഇതൊന്നും അല്ല കാര്യം. ഇവിടെ ഈ പാർട്ടിയുമായിട്ട് ശ്രീ പി കെ ശശി കുറേ നാളായിട്ട് ഗുസ്തിയിലാണ്. ഇടയ്ക്ക് ഒരു ലൈംഗിക ആരോപണം ശശിക്കെതിരെ ഉയർന്നു വന്നു. ഒരു പാർട്ടി സഖാവിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഉയർന്നു വന്നു. അത് വന്നു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഇതുപോലെ പാർട്ടി അന്വേഷണമൊക്കെ നടത്തി. കോടതിയിലൊന്നും കേസൊന്നും കൊടുത്തില്ല. അത് കാരണം പാർട്ടിയുടേതായിട്ടുള്ള കോടതി, പാർട്ടിയുടേതായിട്ടുള്ള, അതായത് ഇവിടുത്തെ പോലീസ് അന്വേഷിക്കാൻ പാടില്ല, പാർട്ടിയുടേതായിട്ടുള്ള അന്വേഷണം അവർ നടത്തും. ഒക്കെ നടത്തിയിട്ട് അവസാനം എന്തായാലും ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. അതാണ് സംഭവിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ശശിക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് ഇങ്ങനൊരു ഈ കാര്യം ഇന്നിപ്പോൾ വളരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ സുരേഷ് ബാബുവിനെതിരെ ശശി ഉന്നയിച്ചത്. അതിന് സുരേഷ് ബാബു മാധ്യമങ്ങളോട് മറുപടി പറയുന്നുണ്ട്. സുരേഷ് ബാബു ഒരുപാട് അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിച്ചെന്നൊക്കെ ഉള്ള രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ശശി ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് സുരേഷ് ബാബു പറയുന്നത് പി കെ ശശിയുടെയും എൻ്റെയും, അതായത് സുരേഷ് ബാബുവിൻ്റെയും കൂടെ സ്വത്തുക്കൾ നോക്കണം, പാർട്ടി വന്നതിന് ശേഷമുള്ളത് ആരാ സമ്പാദിച്ചേക്കുന്ന നേരം കാണാം. എന്നിട്ട് സുരേഷ് ബാബു പറയുന്നത് 1 രൂപയെങ്കിലും സുരേഷ് ബാബു ഈ പാർട്ടി വരുന്നതിന് മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് അധികമായിട്ട് സമ്പാദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സുരേഷ് ബാബു എല്ലാവരും പറയുന്നത് കേട്ടോളാം, അല്ലെങ്കിൽ സേവനം തന്നെ രാഷ്ട്രീയ സേവനം തന്നെ അവസാനിപ്പിച്ചേക്കാം എന്നുള്ളതാണ്.
പറഞ്ഞത്. അപ്പോൾ അത് എന്നിട്ട് പറഞ്ഞു അത് മണ്ണാർക്കാട്ടും പിന്നെ ഈ ഇത് ചിറ്റൂരും ഒന്ന് അന്വേഷിച്ചാൽ മതി, അറിയാമല്ലോ എന്നാണ് ഇതിന് പി കെ ശശി മറുപടി പറഞ്ഞത്. അപ്പോൾ ഇത് പി കെ ശശിയാണെന്നുണ്ടെങ്കിൽ സുരേഷ് ബാബുവിനെ കാട്ടുകള്ളനെന്നും കള്ളനെന്നും പിന്നെ എന്താ സ്പിരിറ്റ് കച്ചവടക്കാരനെന്നും ഒക്കെ പറയുന്നുണ്ട്. പി കെ ഈ അയാൾക്ക് സ്പിരിറ്റ് കച്ചവടം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും ഈ ശശി പറഞ്ഞത് കേട്ടതിൽ നിന്നുള്ള അറിവേ ഉള്ളൂ. പക്ഷേ എന്തായാലും ശരി, വളരെ ഗുരുതരമായ ആരോപണങ്ങൾ പൊതുമധ്യത്തിലാണ്, അതായത് ഒരുപാട് പാർട്ടിക്കാരുള്ളപ്പോഴാണ് ഈ ഉന്നയിക്കുന്നത്. അതിൽ ഏതാണ്ട് 10,000 പേരവിടെ കൂടിയിരുന്നു കേട്ടോ, അത് സത്യമാണ്. അപ്പോൾ എങ്ങനെയായാലും ഇത് പാർട്ടിക്ക് ഒരു തലവേദനയാണെന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. അപ്പോൾ ഇവിടെ പത്മകുമാറിനെതിരെ വന്ന ആരോപണങ്ങൾ പോലൊന്നുമല്ല, പാർട്ടി ഇമ്മീഡിയറ്റായിട്ട് അതിനെതിരെ മാർഗം കണ്ടു. മുൻ MLA ആയിരുന്ന പി കെ ശശിയെ CPM നിന്ന് പുറത്താക്കി. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ വളരെ ക്വിക്ക് ആക്ഷനായിരുന്നു. പക്ഷെ അയ്യപ്പൻ്റെ മുതൽ കട്ട് കൊണ്ടുപോയി കൊള്ളയടിച്ചു എന്നുള്ള ആരോപണമുള്ള അതിൽ വസ്തുക്കളുണ്ടെന്ന് അന്വേഷണത്തിൽ തെളിയിക്കപ്പെട്ട പത്മകുമാറിനെയോ അല്ലെങ്കിൽ വാസുവിനെയോ വിജയകുമാറിനെയോ ഒന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അങ്ങനെ വന്നിട്ടില്ല. ഏതായാലും ഇവിടെ വളരെ ക്വിക്ക് ആക്ഷനായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നത് എന്തെന്നറിയാം, ഇത് ഒരു മറ്റേ ആളുകൾക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൂടാണ്ട് ഇത്രയും ക്വിക്കായിട്ടുള്ള ആക്ഷൻ. ഉദാഹരണമായിട്ട് ഇപ്പോൾ ശ്രീ ജി സുധാകരൻ, അദ്ദേഹം പാർട്ടിയുമായിട്ട് ഇണങ്ങിക്കുക, അദ്ദേഹത്തിന് യഥാർത്ഥ അർഹതപ്പെട്ട സീറ്റാണ് അമ്പലപ്പുഴ സീറ്റ്. അത് അദ്ദേഹത്തിന് ഒരു കേക്ക് വാക്കാണ് അവിടെ മത്സരിച്ചാൽ, അത് പാർട്ടി തന്നെ മത്സരിച്ചിരുന്നെങ്കിൽ. പക്ഷേ നിർബന്ധമായിട്ടും അദ്ദേഹത്തിന് ആ സീറ്റ് കൊടുക്കുകയല്ല. ബാക്കി കാരണം 75 വയസ്സ് കഴിഞ്ഞു പോയി എന്നുള്ള കാരണമാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതൊന്നും പരിഗണനയേ ഇല്ല. ഏതായാലും അദ്ദേഹത്തിനെ ആക്ഷേപിച്ചതിനെതിരെ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇനി അദ്ദേഹം എന്താ തീരുമാനമെടുക്കുന്നതെന്നുള്ളത് അറിയില്ല. അദ്ദേഹത്തിന് ഈ MA ബേബി വിളിച്ചു, അതേപോലെ തന്നെ MP ഗോവിന്ദൻ നേരിട്ട് വിളിച്ചു, ഇവരൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ വിളിച്ചിട്ടൊന്നും അതിനൊന്നും, അതുപോലെ മറ്റ് നേതാക്കളൊക്കെ നാസർ ഉൾപ്പെടെയുള്ളവരെല്ലാം ചെന്ന് കണ്ട് അനുനയിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. അതൊന്നും വില പോയില്ല എന്നുള്ളതാണ് അറിയുന്നത്, മനസ്സിലാക്കുന്നത്. ഇനി ശ്രീ ജി സുധാകരൻ എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾക്ക് നോക്കിയിരുന്ന് കാണാം. അദ്ദേഹത്തിന് പോലുള്ള ഒരു നേതാവിനെ ഇതുപോലെ അവഹേളിക്കുക, ആക്ഷേപിക്കുക, തള്ളിക്കളയുക എന്നൊക്കെ പറയുന്നത് ശരിയായ ഒരു നടപടിയല്ല. വളരെ ജനങ്ങളുടെ ഇടയിൽ വളരെ വിലയുള്ള ഒരു മനുഷ്യനാണ്, ജനങ്ങളുടെ ഒരുപാട് സപ്പോർട്ടുള്ള ആളാണ്, ജനസമ്മതിയുള്ള ഒരു നേതാവാണ്, വളരെ സ്തുത്യർഹമായിട്ട് അഴിമതിരഹിതമായിട്ട് പൊതുമരാമത്ത് വകുപ്പിനെ കൊണ്ടു നടന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് പ്രശ്നമുണ്ട്. അദ്ദേഹത്തിനെ മനഃപൂർവ്വം ആക്ഷേപിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് അത് വളരെയധികം മനോവേദന ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന് അദ്ദേഹം എങ്ങനെ പ്രതികരിക്കുമെന്ന് മനസ്സിലാവുന്നില്ല. ഇനി അങ്ങനെ പ്രതികരിക്കുന്നവരെ എന്ത് ചെയ്യും എന്നുള്ളതൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണോ ഇവിടെ പി കെ ശശിയെ ഇമ്മീഡിയറ്റായിട്ട് പുറത്താക്കിയത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പി കെ ശശിയെ പുറത്താക്കാനാണെങ്കിൽ ഇതൊന്നും അല്ലായിരുന്നു, വേറെ കാര്യങ്ങളുണ്ടായിരുന്നു. ആ പെണ്ണ് കേസിൽ തന്നെ പി കെ ശശിയെ പുറത്താക്കാവുന്നതായിരുന്നു. കോൺഗ്രസ്സുകാർ അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് CPM-നെതിരെ വലിയ ആയുധമായിട്ട് കൊണ്ടുനടന്നതാണ്. ഈ പി കെ ശശിയുടെ പേരിലുള്ള ലൈംഗിക ആരോപണം കൊണ്ടുനടന്നതാണ്. ഇനി പി കെ ശശി എവിടെങ്കിലും മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ പി കെ ശശിക്ക് കോൺഗ്രസ്സുകാർക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമോ? കൊടുത്താൽ CPM അത് ആയുധമാക്കി മാറ്റത്തില്ലേ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു, നോക്കേണ്ട കാര്യമാണ്. ഏതായാലും ശരി, ഒരുപാട് കളികൾ നടക്കുന്നുണ്ട് രാഷ്ട്രീയമല്ലേ. രാഷ്ട്രീയത്തിൽ ഒരു സ്ഥിരമായ ഒരു ശത്രുവില്ല, സ്ഥിരമായ ഒരു മിത്രവുമില്ല എന്ന് എല്ലാ വലിയ രാഷ്ട്രീയക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാണ് പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറയുന്നത്. നേരായിട്ടുള്ള രാഷ്ട്രീയമല്ല, പ്രായോഗിക രാഷ്ട്രീയം, പ്രാക്ടിക്കൽ പോളിറ്റിക്സ് എന്ന് പറയുന്നത് അതായിരിക്കാം. നമുക്ക് രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്ത. ഇപ്പോൾ അതിനൊന്നും യാതൊരു വിലയില്ല, ആശയങ്ങൾക്കോ അതിലൊന്നും യാതൊരു വിലയില്ല. ജി സുധാകരന് സപ്പോർട്ട് കോൺഗ്രസ്സുകാർ കൊടുക്കുമെങ്കിൽ അതിന് തെറ്റൊന്നും പറയാൻ ഒക്കത്തില്ല. കാരണം കോൺഗ്രസ്സുകാർ പോലും ജി സുധാകരനെ ഒരു കാരണവശാലും ഏതെങ്കിലും വിധത്തിൽ അഴിമതി നടത്തിയ ഒരാളെന്നോ പ്രതിച്ഛായ ഇല്ലാത്ത ആളെന്നോ അല്ലെങ്കിൽ കളങ്കമുള്ള ആളെന്നോ ഒരിക്കലും പറയത്തില്ല, പറയാൻ പറ്റത്തില്ല ആർക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അപ്പോൾ അത് ഒരാരോപണം അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടാകത്തില്ല. കാരണം അദ്ദേഹം ഒരു രൂപ പോലും അദ്ദേഹം ഇതിൽ നിന്ന് സമ്പാദിച്ചതിൻ്റെ ആവശ്യമുള്ള മനുഷ്യനല്ല, ചെയ്യത്തില്ല.
അതാണ്. അപ്പോൾ ഏതായാലും അത് ഇനി ശ്രീ ജി സുധാകരൻ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.